ഈ ക്ഷേത്രം ഏതാണെന്നറിയാമോ? അതായത് ചങ്ങനാശ്ശേരിയിലെ തൃക്കൊടിത്താനത്തെ നരസിംഹസ്വാമി ക്ഷേത്രമാണ്. ഇപ്പോൾ അവിടെ നരസിംഹം ജയന്തി മഹോത്സവവും സപ്താഹവും ഒക്കെ നടക്കുകയാണ്. നല്ല തിരക്കായിരുന്നു. ഒരുപാട് ഭക്തർ തൊഴാനായിട്ട് വന്നു. അവിടെ ഭയങ്കര ശക്തിയാണ്. അവിടെ നമ്മൾ എന്ത് വിളിച്ചപേക്ഷിച്ചാലും അത് സാധിച്ചു തരും ഭഗവാൻ. കരഞ്ഞപേക്ഷിച്ചാൽ മതി, സാധിച്ചു തരും. പിന്നെ ഇതൊരു ഗരുഡനാണ്. ആൽത്തറയിൽ ഒരു ഗരുഡനെ വെച്ചിട്ടുണ്ട്. നല്ല ഒരു ഫീലാണ് നമുക്ക്. നല്ലൊരു ക്ഷേത്രമാണത്. പിന്നെ ഇവിടെ ദശാവതാര ചാർത്തുണ്ട്. ഓരോ ദിവസം ഓരോ രൂപത്തിൽ ഭഗവാനെ നമുക്ക് കാണാം. അത് കണ്ടു തൊഴുന്നത് ഭയങ്കര പുണ്യമാണെന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ദശാവതാരവും കണ്ടു തൊഴാറുണ്ട്. പിന്നെ ഇത് നമുക്ക് അവിടെ എണ്ണയും പൂവും മാലയും ഒക്കെ വാങ്ങിക്കാൻ ഉള്ള സ്റ്റാളുണ്ട്. ഞങ്ങൾ അവിടുന്ന് മാലയൊക്കെ വാങ്ങിച്ചു. വലിയ തുളസിമാല വാങ്ങിച്ച് ഭഗവാന് കൊടുത്തു. അത് കഴിഞ്ഞ് ദീപാരാധനയായിരുന്നു. ദീപാരാധനയും കഴിഞ്ഞിട്ട് കുറച്ച് നേരം പ്രഭാഷണം കേൾക്കാനായിട്ടിരുന്നു. നല്ല പ്രഭാഷണമായിരുന്നു. ഒരുപാട് പേര് കോല, അരി അതെല്ലാം സമർപ്പിക്കുന്നുണ്ട് സപ്താഹത്തിൽ. പിന്നെ അവിടെയാണെങ്കിൽ എല്ലാവരോടും കണ്ണടച്ചിരുന്ന് ഭഗവാനെ മനസ്സിൽ കാണണമെന്ന് പറഞ്ഞു. സ്വർണ്ണപീഠത്തിൽ നമ്മുടെ മനസ്സിലിങ്ങനെ ഭഗവാനെ ഇരുത്തി കാല് കഴുകുന്നതായിട്ട് സങ്കല്പിക്കാൻ പറഞ്ഞു. ഭഗവാന്റെ കാല് കഴുകുന്നതായിട്ട്. പിന്നെ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രം കണ്ണു തുറന്നാൽ മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഹരേ രാമ ഹരേ രാമ ചൊല്ലാൻ പറഞ്ഞു. എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. നമുക്ക് മനസ്സിന് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉള്ളപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതൊരു ഭയങ്കര അതിശയമാണ്. വീട്ടിലിരിക്കുന്നതിലും നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു നല്ല ഫീലാണ് അല്ലേ? എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ അവിടെ ഒരു ഗോശാലയുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഗോശാല കാണാനായിട്ട്. കാരണം ഇന്ന് അധികം എങ്ങും ഇല്ലല്ലോ പശുക്കളും ഒന്നും. ഇത് കണ്ടോ, ഗോശാല. കുഞ്ഞു പശുക്കളുണ്ട്, വലിയ പശുക്കളുമുണ്ട്. അമ്പലത്തിലെ ആവശ്യത്തിനുള്ള പാലൊക്കെ അവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഒരു വൃന്ദാവനമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാണ് കൃഷ്ണനും രാധയും. കണ്ടോ കൃഷ്ണനും രാധയും ഇരിക്കുന്നത്? അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു കുഞ്ഞു വൃന്ദാവനം തന്നെയാണ്. കണ്ടോ, വൃന്ദാവനം. കൃഷ്ണനും രാധയും ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഭഗവാന്റെ രൂപമൊക്കെ കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് നരസിംഹസ്വാമിയുടെ ചാർത്തുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീഡിയോ ഫുള്ള് കാണണം. ഓക്കെ.